हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യയോഗം 23-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 22-ാമത്തെ ശ്ലോകം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. 23-ാമത്തെ ശ്ലോകം. യേപ്യന്യദേവതാ ഭക്താ യജന്തി ശ്രദ്ധയാന്വിതാ തേബി മാമേവ കൗന്ദേയ യജന്ത്യവിധിപൂർവകം. മലയാളം. അന്യധർമ്മങ്ങളെപ്പോലും ശ്രദ്ധാപൂർവം യജിപ്പവർ വിധി വിട്ടവരെന്നെ താൻ ആരാധിക്കുന്നിതർജുന. കൗന്ദേയ, അല്ലയോ അർജുന, യേ അഭിഭക്താഹ, ഏതു ഭക്തന്മാർ, ശ്രദ്ധയാ അന്വിതാഹ, ശ്രദ്ധാപൂർവം, അന്യദേവതകളെ യജന്തേ തേ അഭി ഉപാസിക്കുന്നുവോ അവരും അവിധിപൂർവകം വിധിപ്രകാരമല്ലെങ്കിലും മാം ഏവ യജന്തി എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. സാക്ഷാൽ പരമാത്മാവിനെ സാക്ഷാൽ ഭഗവാനിൽ അർപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ യോഗവും ക്ഷേമവും ഞാൻ നിലനിർത്തും എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. ഭഗവാൻ അർജുനൻ ഉറപ്പ് കൊടുക്കുന്നു, നമ്മൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ നമുക്കൊന്നും പേടിക്കാനേ ഇല്ല. ഭഗവാനിൽ അർപ്പിച്ച് ജീവിച്ചാൽ മാത്രം മതി. ഇത്രയും ഒരു ഉറപ്പ് കിട്ടിക്കഴിയുമ്പോൾ ചെറിയൊരു സംശയം ജനങ്ങൾക്ക് വരാം. എന്താണ്, അപ്പോൾ മറ്റ് ദേവതകളെ ഉപാസിക്കുന്നവർക്ക് ഫലങ്ങളൊന്നും കിട്ടില്ലേ, യോഗോക്ഷേമമൊന്നും ഭഗവാൻ നോക്കില്ലേ എന്നുള്ള ഒരു ചിന്ത വരാം. ആ ഭഗവാൻ, അതായത് ആ ദേവതമാർ നോക്കില്ലേ എന്നുള്ള, അവർ സംരക്ഷിക്കില്ലേ എന്നൊരു ചിന്ത വരാം. അതിന് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ. ലോകത്തിലുള്ള എല്ലാവരും ഒരേ ഭഗവാനെ തന്നെ ആരാധിക്കണമെന്ന് യാതൊരു ചാൻസും ഇല്ല, അല്ലേ? അങ്ങനെ തന്നെ ആവണം എന്ന് ഒരു നിശ്ചയവുമില്ല. കാരണം അത് പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോരോ രുചിയാണല്ലോ, അല്ലെങ്കിൽ ഓരോരോ അഭിപ്രായമാണല്ലോ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒരു ഡിസ്കഷനൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 പേരുണ്ടെങ്കിൽ 40 പേരും പറയുന്നത് ഒരേ ഉത്തരമായിരിക്കില്ല. 10 പേര് ചിലപ്പോൾ ഒരുപോലെ പറയും. ഏത് മീറ്റിങ്ങിനാണെങ്കിലും അല്ലേ, അങ്ങനെ തന്നെയാണ്. വെറുതെ ഒരു ചർച്ച എടുത്തിട്ട് കഴിഞ്ഞാൽ അറിയാം എല്ലാവരുടെയും ഉള്ളിൽ എന്താണ് ചിന്ത എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. എൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭജിക്കുന്നത് മറ്റു ദേവതമാരെയാണ്. ഏത് ദേവതയായിക്കോട്ടെ, അവരെ ഭജിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഫലം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആ ഫലം, ഈ ഭഗവാനെ ഭജിക്കുന്നത് എന്തിനാണ്? ഏത് ഭഗവാനായാലും ഏത് ദേവതയായാലും അവരെ ഭജിക്കുന്നത് എപ്പോഴും നമ്മളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് സ്വർഗാദി ഫലം ലഭ്യമാവാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് ചെയ്യുന്നത്. ഇതും ഈശ്വരചിന്തയോട് വളരെ ചിട്ടയോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അവർ അനുഷ്ഠിക്കുന്നത്. പക്ഷെ അവരറിയുന്നില്ല, അവർ പോലും എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ് അന്യദേവതകളെ ഉപാസിക്കുന്നതെങ്കിലും അവരും വിധിപ്രകാരം അവിധിപൂർവകം, വിധിപ്രകാരം അല്ലെങ്കിലും മാം ഏവ യജന്തി, എന്നെ തന്നെയാണ് അവരും ഭജിക്കുന്നത്. പക്ഷേ അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ യോഗോക്ഷേമവും നിലനിർത്തില്ലേ എന്നുള്ളതിൻ്റെ ഉത്തരം, അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലേ, അവർക്ക് ഒരു കർമ്മത്തിൽ അവർക്കൊരാഗ്രഹമുണ്ട്. ആ കർമ്മഫലം ഞാൻ കൊടുക്കും. അത് ഞാൻ എന്നല്ല, എൻ്റെ രൂപത്തിൽ മറ്റ് ദേവതകളിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ലഭിക്കുന്നത്. പക്ഷേ കർമ്മഫലങ്ങളാണ് ഇച്ഛിക്കുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കർമ്മഫലം മാത്രമേ അവിടെ ലഭിക്കുന്നുള്ളൂ. എല്ലാവർക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അവരെ എപ്പോഴും കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അത് നമുക്ക് ഭഗവാൻ തീർച്ചയായിട്ടും തന്നുകൊണ്ടിരിക്കും. പരമമായ സത്യം എപ്പോഴും ഭൂതഭാവി വർത്തമാനങ്ങളിലൊന്നും അല്ല, അത് പരമാത്മാവ് തന്നെയാണ് എന്ന് അംഗീകരിക്കണം നമ്മൾ. അത് അംഗീകരിക്കാനുള്ള അറിവ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് സാക്ഷാൽ ഒരു ഈശ്വരനെ അല്ലെങ്കിൽ ഒരു സാക്ഷാൽ ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് തോന്നുകയും ചെയ്യുള്ളൂ. ഇപ്പോൾ അർജുനൻ പോലും
ഇതിനു മുന്നേയും ഭഗവാനുമായിട്ട് ധാരാളം കൂടിക്കാഴ്ച അർജുനനും ഭഗവാനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം സുഹൃത്താണ്, ബന്ധുവാണ്, ഇവിടെ ഗുരുവായിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നിലുള്ള സന്ദർഭങ്ങളിലൊന്നും തന്നെ ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ധാരാളം ബന്ധുവായതുകൊണ്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീത അവിടെ ഉപദേശിച്ചിട്ടില്ല. ഇനി യുദ്ധക്കളത്തിൽ വന്ന് നിന്നപ്പോഴും ഭഗവത്ഗീത ഉപദേശിച്ചിട്ടില്ല. യുദ്ധക്കളത്തിൽ വന്ന് നിന്ന് എല്ലാവരെയും കണ്ട് അല്ലേ, തന്നെ ചുറ്റുമുള്ള ബന്ധുമിത്രാദികളെ എല്ലാം കണ്ടപ്പം ആകെ വിഷണ്ണനായിട്ട് ഇവരെയെല്ലാം കൊല്ലലാണോ എൻ്റെ ജോലി ഇനിയിപ്പോൾ യുദ്ധക്കളത്തിൽ എന്ന് ശങ്കിച്ച് കഴിഞ്ഞപ്പോഴാണ് അർജുനന് ഒരു വിഷമം വന്നത്. അയ്യോ, ഞാൻ കൊലപാതകം ചെയ്യാൻ പോവല്ലേ, ഞാൻ ഈ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളും എല്ലാം നശിച്ചു പോവുമല്ലോ, അതുകൊണ്ട് ചെയ്തത്. അപ്പം അങ്ങനെ വിഷണ്ണനായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ കർമ്മം അനുഷ്ഠിക്കലാണ് ഏറ്റവും നല്ലത്, അത് നീ ചെയ്യണം എന്ന് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉപദേശിച്ചു. അവൾ മാത്രമല്ല, അപ്പോഴും അർജുനൻ ആദ്യം കേൾക്കാൻ തയ്യാറായില്ല. പിന്നീട് അങ്ങല്ലാതെ മറ്റാരും എനിക്കിതിനുള്ള ഉത്തരങ്ങൾ തരാനില്ല എന്ന് ഭഗവാന്റെ കാല് പിടിച്ച് പറയുകയാണ് ചെയ്യുന്നത്, യാചിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് നിഷേധരൂപത്തിൽ ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല യുദ്ധം എന്നെല്ലാം പറഞ്ഞെങ്കിലും ആ ഒരു ചിന്താഗതിയെല്ലാം മാറി മെല്ലെ ഭഗവാന്റെ ഓരോ തത്വങ്ങൾ, ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അർജുനന് മനസ്സിലാകുന്നു ഇതിലൊക്കെ കഴമ്പുണ്ട്, എന്തൊക്കെയോ നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങല്ലാതെ ഇനി മറ്റാരും ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരാനില്ല എന്ന് ഉറപ്പ് കൊടുത്തപ്പോൾ, എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ മെല്ലെ ഓരോരോ ചോദ്യത്തിനും അർജുനൻ്റെ ഓരോരോ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടിയായിട്ട് ഈ ഭഗവത്ഗീത ഉപദേശരൂപേണ അർജുനന് പറഞ്ഞു കൊടുത്തത്. അത് അർജുനന് മാത്രമല്ല, ആർക്കാണ്, എല്ലാവർക്കും പറഞ്ഞു തരിക തന്നെയാണ് ചെയ്തത്. പിന്നീട് യുദ്ധത്തിനൊക്കെ ശേഷം അർജുനൻ വീണ്ടും കുറച്ച് സംസാര ദുഃഖത്തിലേക്ക്, അതായത് ലൗകികനായിട്ട് ജീവിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അത് വേറെ കഥ. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഭഗവത്ഗീത ഉപദേശിക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പം വിധിപ്രകാരമല്ലെങ്കിലും മറ്റു ദേവതമാരെ ഉപാസിക്കുന്നവരും എന്നെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് അവരാഗ്രഹിക്കുന്ന ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ വീണ്ടും ഒരു ചെറിയ സംശയം വരും, എന്തുകൊണ്ടാണ് വിധിപൂർവകമല്ല അവരുടെ മാർഗം അല്ലെങ്കിൽ അവർ അനുഷ്ഠിച്ചത് എന്ന് പറയുന്നത്? അതിനാണ് 24-ാമത്തെ ശ്ലോകം. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാം അഭിജാനന്തി തത്വേനാദശ്ച്യവന്തിതേ. അധഃ ച്യവന്തി എന്നാണ് അവസാനത്തെ പദം. തത്വേന അധഃ ച്യവന്തി. മലയാളം: ഞാൻ തന്നെ കർമ്മഭോക്താവും ഫലദാതാവും ഓർക്കുക, സത്യമോരാദയജന അധപ്പതന കാരണം. ഹി അഹം ഏവ. അതിനുള്ള മറുപടിയാണ് നേരത്തെ വിധിപൂർവകമല്ല അവർ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാൻ കാരണം എന്താണ് എന്നുള്ളതിൻ്റെ മറുപടി എന്തെന്നാൽ, ഞാൻ തന്നെയാണ് സർവയജ്ഞാനാം ഭോക്താച്ച പ്രഭുച്ച. സർവയജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണ്. തേ മാം തത്വേന. എന്നാൽ അവർ എന്നെ താത്വികമായിട്ട് അറിയുന്നില്ല. അഭിജാനന്തി, അറിയുന്നില്ല. അധഃ ച്യവന്തി. അതിനാൽ എന്ത് സംഭവിക്കുന്നു? വീണ്ടും വീണ്ടും സംസാര ദുഃഖത്തിലേക്ക് തന്നെ വഴുതി വീഴുന്നു, അല്ലെങ്കിൽ വീണ്ടും സംസാര സാഗരത്തിൽ മുങ്ങുന്നവരായിട്ട് മാറുന്നു. താൽക്കാലികമായിട്ടുള്ള ഒരു ഈശ്വരവിശ്വാസം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടാണ് അവർ ഈ യജ്ഞങ്ങളും എല്ലാം ചെയ്തത്. പക്ഷേ അതിൻ്റെ താത്വികമായിട്ട് ഇതെല്ലാം ഞാനാണ് എന്ന അറിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതിപ്പോൾ ഏത് മതത്തിലുള്ള ആൾക്കാരായാലും നമ്മൾ ഉപാസിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരേ ഒരാളാണ്, സാക്ഷാൽ പരമാത്മാവാണ്. അമ്പലമാവാം, ആരാധനാലയം അല്ലെങ്കിൽ പള്ളിയാവാം,
അല്ലെങ്കിൽ മറ്റേത് ദേവതകളോ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള പരമാർത്ഥ സത്ത ഞാനാകുന്നു എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. മാത്രമല്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കാത്തവരായിട്ട് ഏതെങ്കിലും ദേവതകളെ ഉപാസിക്കുന്നവർ എൻ്റെ ഈ മഹിമയെപ്പറ്റി തീരെ അറിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർ വ്യാമോഹങ്ങളുടെ പൊട്ടക്കുഴിയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും വഴുതി വീണു പോകുന്നു. അപ്പം നമ്മളെല്ലാവരും നമ്മളെപ്പറ്റി തന്നെയാണ് പറയുന്നത്. ലൗകികന്മാരായ നമ്മളെല്ലാവരും മനുഷ്യൻ കർമ്മങ്ങൾ ഉള്ള കർമ്മരംഗത്തുള്ള പ്രയത്നങ്ങൾ, യജ്ഞങ്ങളും അതെല്ലാം ചെയ്യുന്നത് ഒരു ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നന്നായി. പക്ഷെ അല്ല, സാധാരണഗതിയിലല്ല. അപ്പോൾ അവിടെ ഫലമാണ് ഇച്ഛിക്കുന്നത്. അങ്ങനെ ഫലം ഇച്ഛിക്കുമ്പോൾ എന്താണ്, അവർക്ക് അതിൻ്റെ ഫലം കിട്ടണം എന്ന് മാത്രം ഇച്ഛിക്കുമ്പോൾ അവർ മൃഗീയതയാണ് ശരിക്കും കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് വീണ്ടും ഈ സംസാര സാഗരം തന്നെ വീണ്ടും വീണ്ടും അതിൽ കടന്നിങ്ങനെ ഉഴന്നുകൊണ്ടേയിരിക്കും. ജന്മങ്ങൾ എത്ര കിട്ടിയിട്ടും കാര്യമില്ല, വീണ്ടും വീണ്ടും അതിൽ തന്നെ പെട്ടുകൊണ്ടിരിക്കും. പരിപൂർണമായിട്ടും ഇനി പുനർജന്മമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവർക്ക്, അതായത് ആത്മസാക്ഷാത്കാരത്തിലേക്ക് അവർക്ക് ഒട്ടും തന്നെ എത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ സുഖം, നമ്മുടെ സംതൃപ്തി, നമ്മൾക്ക് മനസ്സമാധാനം, നമ്മൾക്ക് ശാന്തി, ഇതെല്ലാം ലഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ അന്തരംഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ മനസ്സ് എന്ന് പറയുന്നിടത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എന്തിനാണ് മനസ്സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ അവൻ എന്നോട് കുറച്ച് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അവനുമായിട്ട് അടിയുണ്ടാക്കാൻ പോകുന്നു. എന്തിനാണ്? എനിക്ക് മനസ്സമാധാനം കിട്ടും. അവനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. പക്ഷേ ലോകത്തിലുള്ള എല്ലാവരോടും ദേഷ്യപ്പെട്ട് എല്ലാ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ എവിടെ നടക്കുന്നോ അതിൽ മുഴുവൻ ഞാൻ കയറി പ്രതികരിക്കുന്നു. അറിയാലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ സ്ഥിതി എല്ലാവർക്കും. ഞാൻ വിവരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങളിൽ വെറുതെ പോയിട്ടൊന്ന് അഭിപ്രായം പറയുക. അപ്പം എന്തായി? അത് ഏറ്റുപിടിക്കാൻ കുറേ ആൾക്കാർ, അതിൻ്റെ എതിരഭിപ്രായം പറയാൻ വേറെ കുറേ ആൾക്കാർ. അതെവിടെയാണ് നിൽക്കുന്നേ? എവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. ചെയ്ത ആളിതൊന്നും അറിയുന്ന പോലുമില്ല, ചെയ്യാത്ത ആളും ഇതറിയുന്നില്ല. പക്ഷേ മറ്റുള്ളവരതിൽ കയറി ഇടപെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ കൊളാക്കുന്നു. നമ്മൾ പറയില്ലേ, അതേപോലെ വളരെ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിനോടനുബന്ധിച്ച എല്ലാവർക്കും, നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി നീചപ്രവൃത്തികൾ ചെയ്യുമ്പോൾ എത്രയോ പേർക്ക് നമ്മൾ ദുഃഖം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സുഖം കിട്ടി എന്ന് നമ്മൾ വെറുതെ ചിന്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കാൻ കഴിയാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഫലപ്രാപ്തി മാത്രം ഇച്ഛിച്ച് ഞാൻ ജീവിക്കുമ്പോൾ അതെന്തായിരിക്കും? ധാരാളം ആൾക്കാരെ കണ്ണീരിലാഴ്ത്തുന്നു. നമ്മൾക്കും വീണ്ടും എന്താണ് വരുന്നത്? ഒരിക്കലും മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. വീണ്ടും വീണ്ടും മനസ്സിന് ദുഃഖം മാത്രമാണ് അവിടെ വരുന്നത്. സുഖം കിട്ടുക എന്നുള്ള ഒരവസ്ഥ പോലുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം എന്നിൽ സമർപ്പിച്ച് നിങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യോഗക്ഷേമം വഹാഹ്യമം എന്നാണ് പറഞ്ഞത്. വഹാമ്യഹം എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? നാഭിജാനന്തി തതഹ ച്യവന്തി എന്നാണ് പറയണത്. വീണ്ടും വീണ്ടും ഈ ജനന മരണ രൂപമായിട്ടുള്ള, അതായത് വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു. അതിൽ നിന്ന് യാതൊരു മോചനം അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ അവരുടെ ജന്മം എങ്ങനെയാണ് അവസാനിക്കുന്നത്? പുനർജന്മം ഇല്ല എന്നുള്ള ഒരവസ്ഥ വരാനാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. മാത്രമല്ല, അത് മനുഷ്യനായിട്ടാവണം എന്നില്ലല്ലോ അടുത്ത ജന്മം വരുന്നത്. ഈ ജന്മത്തിലെ നീചപ്രവൃത്തികളെല്ലാം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുനർജന്മമാണ് നമ്മൾക്ക് കിട്ടുക എന്ന് എല്ലായിടത്തും തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യേവം ദുർലഭ്യ വസ്തുനപി സുലഭതയാ. വീണ്ടും ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകം. മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രയും ദുർലഭമാണ്. അത് കിട്ടിയിട്ട് പോലും നമ്മൾ എന്താണ് അത്, അല്ലെങ്കിൽ എന്താണ് ഭഗവത് സ്മരണ, അല്ലെങ്കിൽ എന്താണ് ഈ ആത്മസാക്ഷാത്കാരം, എന്താണ് ഭഗവാനെ തന്നെ ഭജിക്കണം എന്ന് പറയുന്നത് എന്നൊന്നും ചിന്തിക്കാതെ ഇത്രയും നല്ലൊരു ജന്മം കിട്ടിയിട്ട് അതിനെ നമ്മൾ പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ അതുകൊണ്ടാണ് എന്ത് അവരുടെ മാർഗം വിധിപൂർവകമല്ല എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ 25-ാമത്തെ ശ്ലോകമാണ് അടുത്ത ദിവസം വായിക്കാം. അതിൽ പറയുന്നത് ഈ പരമാത്മാവിൻ്റെ ഭജനം അതുകൊണ്ട് ഉണ്ടാകുന്ന ഫലം എന്താണ് എന്നുള്ളതിനാണ് വിവരിക്കുന്നത്. അർജുനൻ്റെ എല്ലാ സംശയങ്ങളും ഇനി ഒരു സംശയവും ബാക്കി വെക്കരുത്. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്ന അതുപോലെ തന്നെ ഇത്രയും ക്ലിയറായിട്ട് വേണം കുട്ടികളും പഠിക്കാൻ എന്നുള്ള ഒരു ഉപദേശം കൂടെ ഞാൻ തരട്ടെ. എന്ത് ടോപ്പിക്കായാലും ശരി, ഇവിടെ ഭഗവത്ഗീതയാണ് നമ്മുടെ വിഷയമെങ്കിലും ഇത് കേൾക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മളുടെ ലക്ഷ്യം എന്താണ് അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മുടെ പാഠഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് ഇനി എന്ത് തന്നെ വന്നാലും ശരി എനിക്ക് ഒരു പ്രശ്നവുമില്ല, അത്രയും ക്ലിയറായിട്ട് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. ഇനി സമയം നമുക്ക് വൈകിട്ടൊന്നുമില്ല. ഡിസംബർ ആവുന്നേ ഉള്ളൂ, ഡിസംബർ ആയിട്ടേ ഉള്ളൂ. ഇനിയും ജനുവരി ഫെബ്രുവരി നമ്മുടെ കയ്യിലുണ്ട്. കാരണം പോർഷൻസൊക്കെ എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി പഠിക്കുക, റിവിഷൻ ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനനുസരിച്ചൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഒരു വളരെ എന്താ പറയുക അത്ഭുതാവഹമായിട്ടുള്ളതെന്ന് തന്നെ പറയാം ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ പ്രതീക്ഷിച്ചതിലൊക്കെ എത്രയോ ഉയരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോടും പ്രാർത്ഥിക്കാം. ഇത് ഭഗവത്ഗീതയല്ല, ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് മാത്രം കേട്ടോ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധി വാതാലയവാസ വിഷ്ണു.